നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ അക്കൗണ്ടന്റ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. അവസാന തീയതി മാർച്ച് 27 കേരള സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. അക്കൗണ്ടന്റ് തസ്തികയിൽ ഒരൊഴിവാണുള്ളത്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 37 വയസ്സ്. കുറഞ്ഞത് 55% മാർക്കോടെ എംകോം അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ്, CGPA എന്നിവയാണ് യോഗ്യത. ഒപ്പം തന്നെ ടാലിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കീഴിലുള്ള ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 3 വർഷത്തെ പരിചയം ആവശ്യമാണ്. അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലോ ഓഡിറ്റ് നടത്തുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനത്തിലോ 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. ഇതെല്ലാം അത്യാവശ്യമായ യോഗ്യതകളാണ്. GST, ആദായ നികുതി അടയ്ക്കൽ, GST, IT റിട്ടേണുകൾ സമർപ്പിക്കൽ എന്നിവയിൽ പരിചയമുള്ളത് അഭികാമ്യം. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രോജക്ട് വിഭാഗത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. പ്രായപരിധി 35 വയസ്സാണ്. 2 ഒഴിവാണുള്ളത്. ഏറ്റവും കുറഞ്ഞ അവശ്യ യോഗ്യതകൾ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ ഡിപ്ലോമയുണ്ടായിരിക്കണം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കീഴിലുള്ള ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ 1 വർഷത്തെ പരിചയം അഭികാമ്യ യോഗ്യതയാണ്. പ്രതിമാസം 20,000 രൂപയാണ് ശമ്പളം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി അപേക്ഷിക്കാം. എല്ലാ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നുള്ളതായിരിക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയും അഭിമുഖവും ഉണ്ടാകും. പ്രാരംഭ നിയമനം 1 വർഷത്തേക്കാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യോഗ്യതാ അതോറിറ്റിയിൽ നിന്നുള്ള പ്രകടനത്തെയും അംഗീകാരത്തെയും അടിസ്ഥാനമാക്കി കാലാവധി നീണ്ടുകിട്ടും. ഈ നിയമനത്തെക്കുറിച്ചുള്ള എല്ലാ കത്തിടപാടുകളും ഇമെയിൽ വഴി മാത്രമായിരിക്കും. അതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് സാധുവായ ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. വിജ്ഞാപനത്തിൽ പറഞ്ഞതിൽ നിന്നും ഭേദഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് അപേക്ഷകർ അപ്ഡേറ്റുകൾക്കായി പതിവായി വെബ്സൈറ്റ് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും തീരുമാനിക്കാനുള്ള അവകാശം IAV ഡയറക്ടർക്ക് നിക്ഷിപ്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിയമന ഉത്തരവ് ലഭിച്ച തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപ. GST യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിലെ ലിങ്ക് വഴി അപേക്ഷിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് iav.kerala.gov.in. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.